പൈത്തൺ പ്രോഗ്രാമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഈ ഒരു വീഡിയോയിൽ നമുക്ക് സിമ്പിളായിട്ട് കോമൺലി നമുക്ക് വരുന്ന ഒരു പ്രോബ്ലമാണ്, അല്ലെങ്കിൽ പൈത്തണിൽ വരുന്ന എപ്പോഴും ചോദിക്കുന്ന ഒരു പ്രോബ്ലമാണ് പാറ്റേൺ പ്രിൻറ്റിങ് എന്ന് പറയുന്നത്. സോ നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ളൊരു പാറ്റേൺ പ്രിൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ലോജിക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ദെൻ അതിനുശേഷം നമുക്ക് പതിയെ കൂടുതൽ എക്സാമ്പിൾസ് മറ്റ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പാറ്റേൺസിലോട്ടും പോകാം. ഓക്കെ, സോ നമുക്ക് ഏറ്റവും ബേസിക്കായിട്ട് പൈത്തണിൽ നമുക്ക് ഇതുപോലൊരു പാറ്റേൺ വേണമെന്ന് വിചാരിക്കുക. അതായത് ആദ്യം ഫസ്റ്റ് റോയിൽ ഒരു സ്റ്റാർ, പിന്നെ 2 സ്റ്റാർ, 3 സ്റ്റാർ, 4 സ്റ്റാർ, ഇങ്ങനെ പോകുന്ന ഒരു പാറ്റേണാണ് നമുക്ക് വേണ്ടതെന്ന് വിചാരിക്കുക. സോ ഇതെങ്ങനെ ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് പൈത്തണിൽ വെറുതെ പല ലൈനുകളിൽ ഇത് വേണമെങ്കിൽ നമുക്ക് കൊടുത്ത് പോകാം. സ്ട്രിങ് ആയിട്ട് വരാനായിട്ട് കോഡ്സിൻ്റെ അകത്ത് കൊടുക്കണം, ഒന്നുകിൽ സിംഗിൾ കോഡ്സ് അല്ലെങ്കിൽ ഡബിൾ കോഡ്സ്. സോ ഇത് വളരെ വെരി ബേസിക്കായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷേ ഇതിങ്ങനെ വീണ്ടും പല ലൈൻ കൊടുക്കുന്നത് ഒരിക്കലും ഒരു നല്ല മെത്തേഡല്ല. സോ അതുകൊണ്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കണം. സോ റിപ്പീറ്റ് ചെയ്ത് വരാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, ഒരു സ്ട്രിങ്ങിൻ്റെ കൂടെ നമ്മളൊരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് എനിക്കിപ്പോൾ ഇതുപോലൊരു സ്ട്രിങ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് ഇൻറ്റു ഞാൻ വേറൊരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അത് റിപ്പീറ്റ് ചെയ്ത് വരും. സോ ഞാൻ ഇവിടെ 2 ടൈംസ് കൊടുത്തിട്ടുണ്ട്, 2 തവണ വന്നു. 5 കൊടുത്തു കഴിഞ്ഞാൽ 10 ടൈംസ് വരും. ഇപ്പോൾ ഇവിടെ എന്ത് ഹെലോ ആണെന്നുണ്ടെങ്കിൽ 5 ടൈംസ് ആയിരിക്കും ഹെലോ വരുന്നത്. 2 കൊടുത്തു കഴിഞ്ഞാൽ 2 ടൈംസ് ഹെലോ വരും. സോ അതുപോലെ തന്നെ നമുക്ക് സ്റ്റാർ കൊടുക്കുമ്പോഴും എത്ര സ്റ്റാർ വേണം എന്നുള്ളത് ഇൻറ്റു നമ്മൾ കൊടുക്കുന്ന നമ്പർ അനുസരിച്ച് അത് വന്നുകൊണ്ടിരിക്കും. 10 കൊടുത്തു കഴിഞ്ഞാൽ 10 സ്റ്റാർ ഇവിടെ വരുന്നതായിരിക്കും. ഓക്കെ, സോ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം. പക്ഷേ നമുക്ക് ഇത് ഓരോ റോയിലും മാറി ചെയ്യണം. സോ അത് ചെയ്യാനായിട്ട്, അതായത് ആ നമ്പറിൻ്റെ എണ്ണം കൂടി വരണം. അപ്പോൾ നമുക്ക് ഒരു വേരിയബിൾ ഐ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. ആ വേരിയബിളിൽ നമുക്ക് 1 2 3 4 എന്ന് പറഞ്ഞ് മാറി വന്നുകൊണ്ടിരിക്കണം. അതിനുശേഷം നമ്മൾ പ്രിൻറ്റ് സ്റ്റാർ ടൈംസ് സ്റ്റാർ ഇൻറ്റു ഐ എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് അത്രയും തവണ റിപ്പീറ്റ് ചെയ്ത് വരും. സോ ഇവിടെ ഐ ഈക്വൽ ടു ഞാൻ 4 കൊടുത്തു കഴിഞ്ഞാൽ 4 ടൈംസ് ആയിരിക്കും എനിക്കിത് പ്രിൻറ്റ് ചെയ്ത് വരിക. സോ ഈ ഒരു കാര്യവും ലൂപ്പ് എന്ന് പറയുന്ന കാര്യവും ഫോർ ലൂപ്പും കൂടെ ഒരുമിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാര്യം ചെയ്തെടുക്കാൻ സാധിക്കും. സോ ഫോർ ലൂപ്പ് യൂസ് ചെയ്യാനായിട്ട് എനിക്ക് റേഞ്ച് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാം. സോ റേഞ്ച് 1,5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അപ് ടു 1 2 3 അപ് ടു 4 വരെയുള്ള വാല്യൂസ് ആയിരിക്കും ആ റേഞ്ച് ഒബ്ജക്റ്റിൻ്റെ അകത്ത് ഉണ്ടാവുക. ഇപ്പോൾ അതൊരു ലിസ്റ്റായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ കൊടുക്കാം, ലിസ്റ്റ് ഓഫ്. അപ്പോൾ 1 2 5 0യിൽ സ്റ്റാർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ 1 കൊടുത്തത്. ഇനി ഇൻക്ലൂഡിങ് 5 വരണം എന്നുണ്ടെങ്കിൽ ഞാനിവിടെ 6 കൊടുക്കണം. കാരണം ഏത് നമ്പറാണോ ഞാൻ കൊടുക്കുന്നത് അത് -1 വരെ ആയിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. സോ ഇത് എനിക്ക് ഫോർ ലൂപ്പിൽ യൂസ് ചെയ്യാം. അതായത് ഫോർ ഐ ഇൻ റേഞ്ച് പ്രിൻറ്റ് ഐ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഐയുടെ വാല്യൂ 1 2 3 അപ് ടു 5 വരെ പ്രിൻറ്റ് ചെയ്ത് വരും. സോ ഇതിനെയും നേരത്തെ പറഞ്ഞ ആ സ്റ്റാർ വെച്ച് പ്രിൻറ്റ് ചെയ്യുന്ന മൾട്ടിപ്ലൈ ചെയ്ത് പ്രിൻറ്റ് ചെയ്യുന്ന കാര്യം കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാറ്റേൺ പ്രിൻറ്റിങ് പൂർത്തിയാവും. സോ സ്റ്റാർ ടൈംസ് ഐ. സോ ഇവിടെ നമുക്ക് 5 റോ വരുന്നുണ്ട്. 5ാമത്തെ റോയിൽ 5 സ്റ്റാർസ് നമുക്കുണ്ട്. സോ നമുക്ക് എത്ര വേണമോ അത്രയും തന്നെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ 20 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് 20 റോസ് ഉണ്ടാവും. ഓക്കെ, സോ ഇതുപോലെ ഒരു ലെഫ്റ്റ് അലൈൻഡ് ആയിട്ടുള്ള ഒരു പിരമിഡ് അല്ലെങ്കിൽ ഒരു പാറ്റേൺ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു സിമ്പിൾ കാര്യം മതിയാകും.